ക്രൗഡ് ഫണ്ടിങ് എക്സാക്ട്ലി ക്രൗഡ് ഫണ്ടിങ് അല്ല, എന്നാലും പബ്ലിക്കിന്റെ ഒരു അല്ല പ്ലാൻ ബി എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് തകരാൻ പറ്റത്തില്ല, നമുക്ക് തകരാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് ഈ ആളുകളുടെ നിന്ന് മാത്രം ഫണ്ട് മേടിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പലതരത്തിൽ നമ്മുടെ ഡെവലപ്മെന്റിന് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉള്ളത്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. കാരണം ഇത് വ്യവസ്ഥാപിതമായി നമുക്ക് കിട്ടേണ്ട ഒരു നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പ്രതീക്ഷിച്ചല്ലേ എപ്പോഴും വർക്ക് ചെയ്യുമോ? അത് വന്നിട്ടില്ല. അപ്പൊ അതനുസരിച്ചിട്ട് പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ അതാണ്. എന്തായാലും സിസ്റ്റത്തിനകത്ത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ചെയ്യാമെന്നുള്ള തരത്തിലാണ് പറയുന്നത്. കിഫ്ബിയെ പറ്റി പറയുന്നുണ്ടല്ലോ, ആ ഭാഗം കണ്ടില്ലേ? ഉണ്ടല്ലോ, കിഫ്ബി ഉണ്ട്. കിഫ്ബി ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം ഒരു പാർട്ടുണ്ട്. നമ്മൾ ഏകദേശം 30,000 കോടി രൂപയുടെ പ്രവൃത്തി ഇപ്പം നടത്തി, ഇനിയിപ്പം മുന്നോട്ട് പോവാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളുണ്ട്. ഒരു കോടതി കേസൊക്കെ ആയിട്ട് വന്നിട്ട് ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് പണം മൂലധന നിക്ഷേപം കുറച്ചാണ് കേരളം നടത്തുന്നതെന്നാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിന്റെ ചില കണക്കുകളും ഒരു പ്രമുഖമായ പത്രം തന്നെ ഇന്ത്യൻ എക്സ്പ്രസിലാണെന്ന് തോന്നുന്നു ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പെർസെന്റേജ് അടിസ്ഥാനത്തിൽ GST പെർസെന്റേജ് അടിസ്ഥാനത്തിൽ നടത്തുന്ന കേരളമാണ്. കാരണം കിഫ്ബിയുടെ പണവും കിഫ്ബി മുടക്കുന്നത് ഇതോടെ ചേർന്നല്ല. ആ കിഫ്ബി അത്രയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സ്ഥാപനം തന്നെ. നമ്മൾ കേരളമാണ് ഇന്ത്യയിലെ ടോപ്പായിട്ട് നിൽക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം വാർത്ത. കിഫ്ബിയെ പറ്റിയുണ്ട്. എന്തായാലും ഈ കാര്യത്തിനകത്ത് എന്നത്തേക്ക് തീരുമാനം നടപ്പിലാകുമെന്നുള്ളത് 2-3 ഘടകങ്ങൾ ബാധിച്ചിരിക്കും. ഒന്നിപ്പം കേന്ദ്ര ഗവൺമെന്റ് ഈ പണം മൊത്തം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിൽ വച്ചിട്ടുണ്ട്. മറ്റു ചില സ്റ്റേറ്റുകളും ഈ കാര്യം ചെയ്തിട്ട് ചില പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വരിക ചില നിയമങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത് ഒരു സ്കീം, ഈ ഒരു അഷ്വേർഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്ന ഒരു സ്കീം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കണം. ഇത് രണ്ടും കൂടെ ലിങ്ക്ഡ് ആയിട്ടാണ്. എന്തായാലും അത് വേണം എന്നുള്ളത് നേരത്തെ നമ്മൾ പരിശോധിക്കും പഠിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അങ്ങനെ കാര്യം അത് വ്യത്യാസമുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള കാര്യം പറയാറുള്ളൂ. അതുവരെ അല്ലാതെ ചുമ്മാതെ കയ്യടിക്ക് വേണ്ടി പറയാറില്ല. അല്ല, അതിനകത്ത് ഇതുവരെ ഇല്ലാത്തൊരു പുതിയ സാഹചര്യമായിട്ട് എങ്ങനെയാണെന്ന് നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളത് പഠിക്കാതെ പറ്റത്തില്ല. നമ്മളത് അതിന്റെ ഒരു സാമ്പത്തിക എക്കണോമിക് മോഡല് എങ്ങനെ ചെയ്യും. എന്തായാലും ഒരു അഷ്വേർഡ് ആയിട്ടുള്ള ഒരു പെൻഷൻ തന്നെ ആൾക്ക് കിട്ടണം എന്നുള്ളതിനകത്ത് തത്വത്തിൽ നമുക്ക് യോജിപ്പാണ്. അല്ലാതെ വളരെ വല്ലാതെ ഈ മാർക്കറ്റ് ഗാംബ്ലിങ്ങിന് വിധേയമായിട്ടൊരു പെൻഷനല്ല, തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് PF പെൻഷനകത്തൊക്കെ ഉള്ള ആളുകൾ ചോദിച്ചറിയാൻ വലിയ പൈസ ഇട്ടിട്ട് വളരെ ചെറിയ തുക കിട്ടുന്ന കാര്യമുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്നാൽ ആസ് ഇറ്റ് ഈസ് പഴയ പെൻഷൻ നേരെ പലരും പറഞ്ഞിട്ടില്ല. അതെന്തായാലും ഒരു ഇത്തരം കാര്യങ്ങൾ ഇത്രയും പണമൊക്കെ ഇൻവോൾവ് ചെയ്ത് വരുന്നതാണ്. അപ്പം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്നുള്ള തരത്തിലേക്കല്ല പറഞ്ഞേക്കുന്നത്. എന്നാലൊരു അഷ്വേർഡ് ആയിട്ടുള്ള പെൻഷൻ എന്ന് പറയുമ്പം അതിന്റെ രീതികൾ പഠിക്കണം. അത് പക്ഷെ പഠിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഇൻവെൻഷൻ ഇതാണ്. ഇതുവരെ LDF ഗവൺമെന്റ് അന്ന് വന്നു ഇത് പഠിച്ചു. നമ്മളത് ഇപ്പോഴാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്ക് അനുഭവം വെച്ചിട്ട് കാര്യം പറഞ്ഞതാണ്. കൃത്യമായി നമുക്കൊരു പോളിസി ഉണ്ട്. ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളിലെല്ലാം അതേപോലെ നടന്നിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ചുമ്മാതെ പറയാനാണെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഇലക്ഷന്റെ മുന്നേ ഒരു കാര്യം പറയുന്നു, അങ്ങനല്ലല്ലോ ഇത് നമുക്ക് ഈ ഗവൺമെന്റ് ഇവിടെ ഉള്ളതാണ്. നമ്മളിപ്പോ ഇലക്ഷൻ അല്ല മറ്റന്നാള്, പാർലമെന്റ് ഇലക്ഷൻ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ സംസ്ഥാനം അടുത്ത 2 വർഷം 2.25 ഇതിൽ അത്രയും സമയം ഭരണത്തിരിക്കുകയാണ്. അപ്പൊ നമുക്കത് കാര്യങ്ങൾ ചെയ്യുന്നതിന് എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കുന്ന കാര്യം പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവരിങ്ങനെ പറഞ്ഞിട്ട് അവർ പോയി, അങ്ങനല്ല. ഇത് നടത്താൻ പറ്റും ഈ തരത്തിലാണെങ്കിൽ എന്നൊരു ധാരണയുണ്ട്. പെൻഷന്റെ ബാക്കി നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് മാത്രമല്ല, ഒരു പഠനം നടത്തിയിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. സോളാറിന് ബാധിക്കില്ല. കാരണം സോളാറിന് വേറെ എക്സംഷൻ ഉണ്ട്. ഇത് ജനറേറ്ററാണ്. ജനറലി വലിയ ജനറേറ്ററുകൾ വെക്കുന്നത് വലിയ പാർട്ടീസ് ഒന്നും അതിലില്ല. അല്ല, ഈ സോളാറിന്റെ നിയമം ഞങ്ങൾ മനസ്സിലാക്കി ഡിസ്കസ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ സോളാർ പോളിസി ഉണ്ടല്ലോ, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി, അതിനത് വരത്തില്ല. നിരക്ക് വർദ്ധിക്കത്തില്ല. അത് കസ്റ്റമർക്ക് പോകുന്നതല്ല ഈ ഗാലനേജ് ഫീസ്. ഗാലനേജ് ഫീസ് ഒരു കാരണവശാലും കസ്റ്റമറിലേക്ക് പോവില്ല. അത് കസ്റ്റമർമാർക്കെല്ലാം ധൈര്യമായിട്ടിരിക്കാം. കാരണം അതിന്റെ പേര് വില കൊടുത്തില്ല. കാരണം ഇത് ഈ വിതരണം ചെയ്യുന്ന ഏജൻസി അവരുടെ നിന്ന് കിട്ടുന്ന സംഗതി ഗാലനേജ്.
അതെ, കൺസ്യൂമേഴ്സ് ട്രാൻസ്ഫർ പിന്നെ ഇത് ചെയ്ത് ഇത് നേരത്തെ ഉള്ള സംവിധാനം. നേരത്തെ വളരെ കൂടുതലായിരുന്നു, ഇടയ്ക്ക് കുറച്ചു അങ്ങനെയൊക്കെ ചില കേസുകൾ വന്നിരുന്നു. ആ കേസുകളുടെ കാര്യത്തിൽ ഇപ്പം പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം കസ്റ്റമറിലേക്ക് അത് ഒരിക്കലും പാസ് ഓൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനല്ല ഇല്ല.